ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെറിയ ട്രിപ്പിലാണ്. നമ്മൾ ചെറിയ മോൻ്റെ ഡേ കെയറിൽ നിന്ന് ഒരു ചെറിയ ട്രിപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാൻ ഈ ട്രിപ്പ് ഒട്ടും താല്പര്യമില്ലാതെ പോയൊരു ട്രിപ്പായിരുന്നു, പക്ഷേ നല്ല നൈസ് ട്രിപ്പായിരുന്നു. ബസ്സിലൊക്കെ കയറിയിട്ട് പാട്ടൊക്കെ ഇട്ടിട്ട് ആര്യന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ആര്യന് ഡേ കെയറിൽ പോകാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസം ആവാനായി. അപ്പോൾ എനിക്ക് അവിടെയുള്ള ആൾക്കാരായിട്ടൊന്നും വലിയ പരിചയമില്ല. അപ്പോൾ നമ്മൾ ട്രിപ്പ് പോണത് പാലക്കാടാണ്. പാലക്കാട് വരിക്കാശ്ശേരി മന പോകുന്നുണ്ട്. അതേപോലെ തന്നെ മലമ്പുഴ, ടിപ്പുവിൻ്റെ കോട്ട, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 3-4 സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. ഞാൻ പാലക്കാട് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്പോട്ടിൽ ഇത് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. എനിക്ക് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് സിനിമകളിലെ ഓരോ രംഗങ്ങളൊക്കെ മനസ്സിൽ ഓർമ്മ വന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം 300 വർഷത്തോളം പഴക്കമുള്ളൊരു മനയാണിത്. അവിടെ പണ്ട് കാലത്ത് നമ്പൂതിരിമാരൊക്കെ താമസിച്ചിരുന്നൊരു സ്ഥലമാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആംബിയൻസും എത്തിക്കഴിഞ്ഞാൽ പഴയ കാലങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. അവിടെ എങ്ങനെയൊക്കെ ഒരു താമസിച്ചിട്ടുണ്ടാവും. അവിടുത്തെ ഓരോ റൂമുകൾ കാണുമ്പോൾ ഓരോ ചെറിയ റൂമുകളും നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ പേടിപ്പെടുത്തുന്ന വിധത്തിലുള്ള റൂമുകളൊക്കെ ആയിട്ട് ഫീൽ ചെയ്യും. കാരണം ഇന്നത്തെ കാലത്തൊന്നും ഇങ്ങനത്തെ വീടുകളില്ലല്ലോ. നമുക്കിങ്ങനെ ഓരോ റൂമിലും ചെല്ലുമ്പോൾ നമുക്കിങ്ങനെ തോന്നും ഇവിടെ അല്ല അന്നത്തെ കാലത്ത് ഇതെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വലിയ ഒരു ഇതാണല്ലോ. ഈ ഒരു സ്പോട്ടിൽ 4 കെട്ടാണ്. അവിടെയൊക്കെ കാണുമ്പോൾ നമുക്ക് ആ സ്പോട്ടിലൊക്കെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ എത്തിയ കഴിഞ്ഞ് നല്ല തിരക്കേന്. നല്ല തിരക്ക് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ബസ്സിലും നമ്മളെ പോലെ ഫാമിലി ആയിട്ടും ഒക്കെ ഒരുപാട് ആൾക്കാർ അവിടെ നിന്നിട്ടുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു സ്പേസിൻ്റെ ആംബിയൻസ് ആസ്വദിക്കാനൊന്നും പറ്റിയില്ല, അത്രയ്ക്ക് തിരക്കുള്ളതുകൊണ്ട്. എന്നാലും എല്ലായിടത്തും പോയി കാണാമായിരുന്നു. എനിക്ക് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ റൂമുകളൊക്കെ കാണുമ്പോൾ എന്തോ പ്രത്യേകിച്ചൊരു ഫീലൊക്കെ ഇങ്ങനെ തോന്നുന്നു. അത് അന്നത്തെ കാലത്ത് ആ റൂം എങ്ങനെ ഉണ്ടായിട്ടുണ്ടാവുക എന്നൊക്കെ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റ്. ചില സ്ഥലങ്ങളൊക്കെ കണ്ടാൽ നമ്മൾ ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേടിയാവും. കാരണം അത്രയും പഴക്കമുള്ളതുകൊണ്ട് തന്നെ ആ ഒരു പഴക്കം ആ റൂമുകൾക്കൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു പഴക്കം നമ്മളെ മൈൻഡിനെ പേടിപ്പെടുത്തുന്ന കോലത്തിലായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. ഒരുപാട് ആൾക്കാരുണ്ടാകുമ്പോൾ തിരക്കിടില്ല. നമുക്ക് ഒറ്റക്ക് ആ ഒരു വീട് ഇങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് അതിൽ ഓരോ ഉള്ളിലേക്ക് ഇങ്ങനെ പോണ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും പേടിയാവും. അങ്ങനെ അവിടെ കിച്ചണിൻ്റെ ഭാഗമൊക്കെ നല്ല രസമുണ്ട്. അവിടെ കിണറും അതിനിപ്പോൾ അവിടെ കാണുന്ന ഭാഗത്ത് ഉള്ളിൽ നിന്ന് തന്നെ കോരാൻ പറ്റുന്ന കിണർ, അതുപോലെ നമ്മൾ അരിയൊക്കെ ആട്ടുകല്ല്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പഴയ കാലത്ത് ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടായിന്. നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ അത് കാണാനും. ഞാൻ പാലക്കാട് ഒരുപാട് പ്രാവശ്യം പോയിക്കാണ്. ഇവിടേക്ക് എനിക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. ഒന്നാമത് നമ്മൾ പോണ സ്ഥലം പോവും, അങ്ങനെ പോരും എന്നല്ലാതെ ഇവിടേക്കായിട്ട് പോയിട്ടില്ല. പക്ഷേ എനിക്ക് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോൾ നല്ല വേർത്തായിട്ട് തോന്നി. നമ്മൾ ഒരിക്കലെങ്കിലും അവിടെ പോയിട്ട് അതൊക്കെ ഒന്ന് കാണണം. കാരണം നമ്മൾ പല പ്രാവശ്യമായിട്ട് പല സിനിമകളുടെ ഭാഗങ്ങളായിട്ടൊക്കെ അവിടുത്തെ ഓരോ സ്ഥലങ്ങളും ഓരോ സ്പോട്ടുകളും കണ്ടിട്ടുണ്ട്. നമുക്ക് ആ ഓരോ സ്പോട്ടിലെത്തുമ്പോൾ ആ മൂവിയും അവിടെ ഷൂട്ട് ചെയ്ത ആ കാര്യങ്ങളൊക്കെ നമുക്ക് മൈൻഡിലേക്ക് വരും. ആര്യനൊക്കെ അവിടെ ഭയങ്കര ഇഷ്ടമായി. ആ നടുമുറ്റം ഓൻ ഒരുപാട് നേരം അവിടെ ഓടിക്കളിച്ച്. ഞാൻ കുറച്ച് 1-2 ഫോട്ടോസ് എടുക്കാൻ പറ്റിയ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടാണ്. പക്ഷേ ഇങ്ങനെ തിക്കും തിരക്കായതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടൂല. ഇവിടേക്കൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ എന്താ അതിൻ്റെ ഒരു ആഡംബരത്തിൽ ഇങ്ങനെ നിൽക്കുന്ന പോലത്തെ ഒരു വീട്, അന്നത്തെ കാലത്തെ വലിയൊരു കൊട്ടാരം പോലത്തെ ഒരു വീട് എന്ന് തന്നെ നമുക്ക് പറയാം. അവിടെ അതിൻ്റെ ആ നടുമുറ്റവും കാര്യങ്ങളും. ഞാൻ അവിടെ ഇങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്ന് മഴയൊക്കെ പെയ്യുമ്പോൾ ഒരു ചായയൊക്കെ ഉണ്ടാക്കി കഴിക്കണതൊക്കെ ഇങ്ങനെ ആലോചിച്ചു. പിന്നെ പുറത്തേക്ക് കുറച്ച് നടന്നു പോയി കഴിഞ്ഞാൽ നല്ലൊരു കുളവും അതിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളും അതേപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലവും ഒക്കെ വന്നിട്ട് നല്ലൊരു ആംബിയൻസ്. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്പൂതിരിമാരുടെ അതേപോലെ ഹിന്ദു മതക്കാരുടെ ഒക്കെ ഒരുപാട് അവരൊക്കെ ഒരു പ്രത്യേക ഇതാണല്ലോ. അതൊക്കെ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. എനിക്ക് തോന്നുന്നു ഇതൊക്കെ സിനിമയിൽ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക തരം അനുഭൂതി ഉണ്ടാവില്ലേ. അതാണ് എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫീൽ ചെയ്തത്. അത് ഒരു വീടും അതിനോടനുബന്ധിച്ചിട്ട് സൈഡിൽ വേറൊരു ഏരിയ വരുന്നുണ്ട്. അത് ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നല്ല രസമായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാ സ്ഥലത്തു നിന്നുള്ള നല്ല വ്യൂവും കിട്ടും. എന്തായാലും ഇവിടെ പോവാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറ്റുമ്പോൾ സാഹചര്യം ഒത്തു വരുമ്പോൾ ഒന്ന് പോയി കാണുന്നത് ബെറ്ററായിരിക്കും. ബസ്സിലായിരുന്നു കേട്ടോ നമ്മളെ ട്രിപ്പ് ഉണ്ടായിരുന്നത്. ബസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് പോയപ്പോൾ നമ്മൾ ആരെയും അറിയില്ല. ഈ ഒരു ട്രിപ്പിനുള്ള പ്രത്യേകത അതാണ്. എനിക്ക് അവിടെ ഡേ കെയറിലെ ടീച്ചേഴ്സിനെ അറിയുന്നല്ലാതെ അവിടെ വേറൊരാളെയും അറിയില്ല. നമ്മളെ കൂടെ ഉണ്ടായിരുന്നതൊക്കെ
ഒക്കെ ഡോക്ടേഴ്സും അതേപോലെ തന്നെ ബാങ്ക് മാനേജേഴ്സ് അങ്ങനെ ഒരുപാട് നല്ല എന്താ ഇപ്പോൾ രീതിയിലുള്ള ആൾക്കാരാണ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നത്. ആരും പരിചയമില്ല. പക്ഷേ ഈ ട്രിപ്പ് പോയി കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ഒരു ഫാമിലി പോലെ ആയിട്ടോ. നമ്മൾ ട്രിപ്പ് പോകുമ്പോഴാണ് നമുക്ക് ആരും അറിയാത്ത ആൾക്കാരാണെങ്കിൽ പോലും അവരെല്ലാവരും പിന്നെ നമ്മളെ ഭയങ്കരമായിട്ട് നമുക്ക് അവരെ ക്ലോസ് ആവും. ഒരു ട്രിപ്പ് പോകുമ്പോൾ അങ്ങനെയാണല്ലോ. ഞാൻ ഫസ്റ്റ് പോയി കഴിഞ്ഞപ്പോൾ കൂടെ ഉണ്ടാവില്ല പറഞ്ഞിരുന്നു, കുട്ടികളും കൊണ്ട് ഈ പൊക്കോ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ ഏക്കരം കുട്ടികളെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. പക്ഷേ എങ്കിൽ അവർക്ക് ആര്യനൊക്കെ പ്രത്യേകിച്ചും ഭയങ്കര സന്തോഷമായി. കാഹിൽ ഫസ്റ്റ് ചെന്നപ്പോൾ ഒരു മൂലക്ക് ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ അവൻ്റെ സെയിം ഏജിലുള്ള ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. പിന്നെ ഓന് പിന്നെ പെട്ടെന്ന് എല്ലാവരായിട്ടും ക്ലോസ് ആവും. അതുകൊണ്ട് തന്നെ ഓനൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിച്ചു. അപ്പോൾ എനിക്ക് ട്രിപ്പ് പോയത് എന്തായാലും ഭയങ്കര വേർത്തായിട്ട് ഫീൽ ചെയ്തു. എൻ്റെ പോണിൻ്റെ തലേന്ന് പോലും കൂടി എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. ഒന്നാമത് ഇതാണ്, അറിയാത്ത ആൾക്കാരാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഞായറാഴ്ചയാണ്, ഒരു സൺഡേ എന്ന് പറയുന്നത് വീട്ടിൽ ഒരുപാട് പണികളും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു ദിവസമാണ്. അതിപ്പോൾ ഇങ്ങനെ ഒരു ട്രിപ്പ് പോയി കണ്ട് കളയണമെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. പക്ഷേ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോണത് ടിപ്പുവിൻ്റെ കോട്ട കാണാനാണ്. ഇവിടേക്കും പറഞ്ഞ പോലെ ഞാൻ സ്കൂളിൽ നിന്ന് പോന്നിട്ടുണ്ട്. സ്കൂളൊക്കെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഇതേപോലെ മലമ്പുഴയും ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലത്ത് വന്നതായിട്ട് എനിക്ക് ചെറിയൊരു ഓർമ്മ ഉണ്ട്. അവിടെ ഉള്ള ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ചെന്നപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആരും നന്നായിട്ട് ഉറങ്ങീന്. അപ്പോൾ ഞാൻ അവിടെ ഒരുപാട് സ്ഥലങ്ങളൊന്നും കാണാൻ നിന്നില്ല. ഏകദേശം അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ നല്ലൊരു മരത്തിൻ്റെ തണൽ കണ്ടപ്പോൾ അതിൻ്റെ ചുവട്ടിൽ കുറേ നേരം ഇരിക്കുക ചെയ്തത്. പിന്നെ കുട്ടികളൊക്കെ എല്ലായിടത്തും പോയി കാണും ഇതൊക്കെ ചെയ്ത്. പിന്നെ നടന്ന് കാണാനാണെങ്കിൽ ഒരുപാടുണ്ട്. പിന്നെ ഏകദേശം 12:30 1 മണി ടൈമിൽ നമ്മളിവിടെ എത്തുന്നത്. നല്ല വെയിലുണ്ടായിരുന്നു. പാലക്കാടിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഞാനൊരു സൈഡിൽ അവിടെ ഒതുങ്ങിയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം ഇതൊക്കെ പോലെ തന്നെ നമ്മൾ കണ്ണൂരത്തെ കോട്ട നമ്മൾ ഒരു പ്രാവശ്യം പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ കയറുന്ന ഭാഗമൊക്കെ അതേമാതിരി തന്നെ ഫീൽ ചെയ്തു. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലം. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു നെയ്യിൻ്റെയും ഇതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് എനിക്ക് വന്നു. ആ സ്മെല്ല് കിട്ടിയപ്പോൾ ഞാൻ അന്ന് പോയപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സ്മെല്ല് എനിക്ക് ഫീൽ ചെയ്തു അവിടെ ആ ഒരു സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാലൊക്കെ നമുക്ക് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരുപാട് സ്പോട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് വരുന്നുമുണ്ട്. ഒരുപാട് ഹിഡൻ സ്പോട്ടുകളും ഒക്കെ ഉണ്ട്. എനിക്ക് അവിടെ ചെന്നപ്പോൾ കുറേ കപ്പിൾസിനൊക്കെ കാണാൻ പറ്റി. അങ്ങനെ ഒരു സ്പോട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അത്. ഇവിടെയും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ പാലക്കാട് പോകുമ്പോൾ നമ്മൾ കാര്യമായിട്ട് പോകുന്ന സ്ഥലങ്ങളല്ലാതെ ഇങ്ങനെ ചരിത്രപരമായിട്ടുള്ളതും നമുക്ക് ലൈഫിൽ ഒരു വട്ടമെങ്കിലും പോയി കാണേണ്ടതായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ എല്ലായിടത്തും ഉണ്ട്. പാലക്കാട് മാത്രമല്ല, എല്ലായിടത്തും ഇതേപോലുള്ള സ്പോട്ടുകളുണ്ട്. നമ്മൾ അതൊക്കെ ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ചാൻസ് കിട്ടുമ്പോൾ പോയി വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു 1:30 ആയപ്പോൾ അവിടെ വെച്ചിട്ട് കോട്ടൻ്റെ അവിടെ നിന്ന് ഒരു സൈഡിൽ നല്ല നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല സ്പോട്ട് കണ്ടപ്പോൾ അവിടെ നിന്നിട്ട് നമ്മൾ ഫുഡ് പാക്ക് ചെയ്തിട്ട് കൊണ്ടുനിൽക്കുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നല്ല ബിരിയാണി, ചിക്കൻ ബിരിയാണി കഴിച്ച് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ നേരെ പോയത് മലമ്പുഴ ഡാമിൻ്റെ അടുത്തുണ്ടല്ലോ സ്നേക്ക് പാർക്ക്, അവിടേക്കാണ് പോയത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് പാമ്പുകൾ ഇതൊക്കെ കണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇവിടേക്ക് എനിക്ക് തോന്നുന്നു മുമ്പ് വന്നിട്ടുണ്ട്. പാമ്പുകളും മുതലയും ഇതൊക്കെ ആയിട്ട് നല്ല രസമുള്ള ഒരു സ്ഥലം. ഒരുപാട് ഇതൊന്നുമില്ല, പാമ്പിൻ്റെ കുറച്ച് വെറൈറ്റീസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ അവിടെ നല്ലൊരു തണലും തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പോയി കാണാൻ രസമായി. പിന്നെ അതിന് ശേഷം നേരെ ചെന്നത് മലമ്പുഴ ഡാം കാണാനാണ്. മലമ്പുഴ എത്തിക്കഴിഞ്ഞപ്പോൾ ഏകദേശം 4:30 5 മണിയൊക്കെ കഴിക്കണം. അപ്പോഴത്തെ ചൂടിനൊരു സുഖമുള്ള കാറ്റൊക്കെ ഉള്ളൊരു ചൂടായിരുന്നു. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നം ഉണ്ടായില്ല. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് നടന്ന് കാണാനുണ്ടല്ലോ, നടക്കാൻ ഒരുപാടുണ്ട്. പിന്നെ റോപ്പ് വേയിലും കാര്യങ്ങളിലും നമ്മൾ കയറിയിട്ടുണ്ടായില്ല. നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നല്ലോ. പിന്നെ അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല തിരക്കുണ്ട്. ഇപ്പോൾ സൺഡേ ആണ്, സീസണൊക്കെ ആയതുകൊണ്ട് എല്ലായിടത്തും നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നേരെ കുട്ടികളെയും കൊണ്ട് ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു നമ്മൾ ട്രിപ്പിൻ്റെ കൂട്ടത്തിൽ. എല്ലാവരെയും കൊണ്ട് നേരെ പാർക്കിൽ വിട്ടു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും ഫ്രീ ആയി. കുട്ടികളൊക്കെ നല്ല കളി. ആര്യനൊക്കെ ഭയങ്കര ഇഷ്ടമായി. അവന് ഒരുപാട് നേരം കളിച്ചു. ഈ ഒരു സാധനത്തിനൊന്നും അവൻ മാറിയിട്ടില്ല. ഒന്ന് താഴേക്ക് വരും, പിന്നെയും കയറും, താഴത്തേക്ക് വരും. ഇതന്നെയാണ് അവനും പരിപാടി.
പാർക്ക് കയറിയിട്ട് നന്നായിട്ട് അടിച്ചു പൊളിച്ചു. അതിന് ശേഷം ഡാമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് നടക്കാണ്ടല്ലോ, പക്ഷേ ആര്യന് നന്നായിട്ട് നടന്ന് സപ്പോർട്ട് ചെയ്തു തന്നു. മുകളിലേക്കൊക്കെ സ്റ്റെപ്പ് അവനെന്നെ തനിയെ കയറി സപ്പോർട്ട് ചെയ്തു തന്നു. മുകളിലെത്തിയപ്പോൾ ആൾ കുറച്ച് വയലൻ്റ് ആയിന്, ഓടൊക്കെ ഉണ്ടായിന്. പക്ഷെ എന്നാലും അവിടുന്ന് നല്ല കാഴ്ചകളൊക്കെ കണ്ട് മലമ്പുഴേൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഏകദേശം ഒരു 7 ആയപ്പോൾ നമ്മൾ മലമ്പുഴയിൽ നിന്ന് തിരിച്ചു പോന്നു. എന്തായാലും ഈ ഒരു ട്രിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ വിചാരിക്കണ പോലെ അല്ലാതെ നല്ല രസമായിട്ടുള്ളൊരു ട്രിപ്പിന് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ ഏകദേശം ഒരു 8 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ തിരിച്ച് നാട്ടിലെത്തി. പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നേരെ മസാരിയൊക്കെ വിട്ടു. അവിടുന്ന് നല്ലൊരു ബ്രോസ്റ്റൊക്കെ കഴിച്ച് ഇന്നത്തെ സൺഡേ അങ്ങനെ നല്ല രസമായിട്ട് അവസാനിച്ചു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.